in figure segment AD and BE are എന്താണ് are perpendicular to the side BC and AC respectively. Show that നാല് ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിൽ ഒന്നാമത്തേത് ട്രയാങ്കിൾ ADC സിമിലർ ടു ട്രയാങ്കിൾ BEC. അതില് രണ്ട് ആദ്യത്തെ നമുക്ക് ട്രയാങ്കിൾ നമുക്ക് മൊത്തത്തിൽ വരയ്ക്കാം. ഓരോ ക്വസ്റ്റ്യൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. അതില് ഇത് A, ഇത് C, ഇത് B, അതേപോലെ തന്നെ ഇത് E, ഇത് D. ഇത് പെർപെൻഡിക്കുലർ, ഇതും പെർപെൻഡിക്കുലർ ആണ് അവർ തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ട ട്രയാങ്കിൾ ADC പെർപെൻഡിക്കുലർ ടു എന്ന് പറയുമ്പോൾ ADC ഏതാ? ADC എന്ന് പറയുമ്പോൾ ഇത് പെർപെൻഡിക്കുലർ ടു BEC എന്നാണ് കണ്ടുപിടിക്കുന്നത്. BEC എന്ന് പറയുമ്പോൾ ഏതാ? ഓക്കെ. അപ്പൊ ആ രണ്ട് ട്രയാങ്കിൾ സെപ്പറേറ്റ് ആയിട്ട് നമുക്കൊന്ന് വേണമെങ്കിൽ ഇവിടോട്ട് എടുത്ത് ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കാം. നോക്കിക്കോളൂ. നമുക്ക് ഈ രണ്ട് ട്രയാങ്കിൾ എടുത്ത് വരയ്ക്കുന്നു. നോക്കിക്കോ, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ, അതേപോലെ തന്നെ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ. ഓക്കെ, ഇത് A, ഇത് C, ഇത് D, ഇത് C, അതേപോലെ തന്നെ ഇത് C, ഇത് E, ഇത് B ആണല്ലോ. അപ്പൊ ഈ രണ്ട് ട്രയാങ്കിളിന്റെ ഇവിടെ 90 ഡിഗ്രി ആണ്. ഓട്ടോമാറ്റിക്കലി ഇത് എന്ത് തന്നെയായിരിക്കും? 90 ഡിഗ്രി. അതായത് ഇത് 90 ഡിഗ്രി. ഇത് 90 ഡിഗ്രി വന്നിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കലി ഇത് എന്തായിരിക്കും? അത് 90 ഡിഗ്രി. അതിനർത്ഥം ഇത് 90 ഡിഗ്രി ഇല്ലയോ? പിന്നെ നമുക്കറിയാം ഈ ആംഗിളും എന്താ? ഈ ആംഗിളും കോമൺ ആംഗിൾ. കാരണം ഈ ട്രയാംഗിളും ഈ ആംഗിളും ഉണ്ട്, ഈ ട്രയാംഗിളും എന്തുണ്ട്? ഈ ആംഗിളും സെയിം ആംഗിൾ ആണ് അല്ലേ? അപ്പൊ നമുക്ക് ആദ്യം അത് തന്നെ എഴുതാം. എന്താ? ടു പ്രൂവ് ട്രയാംഗിൾ ADC സിമിലർ ടു ട്രയാംഗിൾ BEC. അങ്ങനെയാണ് നമുക്ക് എന്താന്ന് എഴുതാം? റീസൺ എന്തൊക്കെ എഴുതാം? ആംഗിൾ ACD ഈക്വൽ ടു ആംഗിൾ BCE. റീസൺ എന്താ? കോമൺ. അതേപോലെ തന്നെ ആംഗിൾ ADC ഈസ് ഈക്വൽ ടു ആംഗിൾ BEC. എന്താ? 90 ഡിഗ്രി. അപ്പൊ നമുക്ക് എന്തെന്ന് എഴുതാം? ട്രയാംഗിൾ ADC സിമിലർ ടു ട്രയാംഗിൾ BEC എന്ന് എഴുതാം. റീസൺ എന്താ? AA ക്രൈറ്റീരിയ ആണോ? അപ്പൊ A ക്രൈറ്റീരിയ വെച്ചിട്ട് ഇതിനർത്ഥം എന്താ? തെറ്റാണോ അവിടെ? ഇപ്പം A ക്രൈറ്റീരിയ വെച്ചിട്ട് നമുക്ക് എന്താ? ഇപ്പം ഈ ആംഗിളും ഈക്വല. ഈ ആംഗിൾ ഓപ്പോസിറ്റ് AC. അപ്പൊ സൈഡ്സ് റേഷ്യോ ആയിരിക്കുമല്ലോ. ഈ രണ്ട് ട്രയാംഗിൾ സിമിലർ ആണ്. അപ്പം ഇതിന്റെ ഓപ്പോസിറ്റ് AC, ഇതിന്റെ ഓപ്പോസിറ്റോ BC. AC by BC is equal to ഈ ആംഗിളും ആണ് ഈക്വൽ. ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് AD ഡിവൈഡഡ് ബൈ ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് എന്താ? EB. ദാറ്റ് വിൽ ബി ഈക്വൽ ടു എന്താ? ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് CD ഡിവൈഡ് ബൈ എന്താണ്? EC ആയിരിക്കും. ഓക്കെ ആണല്ലോ? അതവിടെ കിടക്കട്ടെ. ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. ഇനി അടുത്ത എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ട്രയാംഗിൾ ABC സിമിലർ ടു DEC എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് ടു പ്രൂവ് ട്രയാംഗിൾ ABC സിമിലർ ടു ട്രയാംഗിൾ DEC എന്നാണ് പ്രൂവ് ചെയ്യുന്നത്. DEC അങ്ങനെയാണെങ്കിൽ ABC സിമിലർ ടു DEC. ഓക്കെ, ഇങ്ങനെ എഴുതും കൂടെ വരയ്ക്കണം അല്ലേ? ഇങ്ങനെ ഈ ട്രയാംഗിളും അതേപോലെ ഈ മൊത്തം ട്രയാംഗിളും ഈക്വൽ ആണ് പ്രൂവ് ചെയ്യണം. അപ്പൊ അതിനെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഇങ്ങനെ വരയ്ക്കണം. നമ്മൾ ഇവിടെ ഇങ്ങനെ എടുത്തിട്ടു. ഇതെന്താടേ? ഇത് CED, അടുത്ത വലിയ ട്രയാംഗിൾ. അപ്പൊ അതെന്താ? ഇത് C, ഇത് A, ഇതെന്താ? B, ABC. ഓക്കെ ആണല്ലോ? അപ്പൊ ഇതിനകത്ത് രണ്ടിനും C ഉണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം. ആംഗിൾ ECD ഈസ് ഈക്വൽ ടു ആംഗിൾ ACB. റീസൺ എന്താ? കോമൺ ആംഗിൾ ആണല്ലോ? വേറെ എന്താ നമുക്ക് എടുക്കാൻ പറ്റുന്നത്? വേറെ എന്തെങ്കിലും ഉണ്ടോ എടുക്കാൻ പറ്റുന്നത്? ഈ രണ്ട് ട്രയാംഗിൾ സിമിലർ ആക്കാൻ വേറെ എന്തെങ്കിലും എടുക്കാൻ പറ്റുമോ? ജോയിൻ D എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ക്വസ്റ്റ്യനകത്ത്. ജോയിൻ D എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. D. അപ്പൊ അതനുസരിച്ച് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ,
ഏതെങ്കിലും ഒരു ആംഗിൾ കൂടെ കിട്ടിയാൽ മതി. ഓക്കെ, ഈ ട്രയാങ്കിളിന്റെ എന്താണ് ഇതിൽ നിന്ന് പക്ഷെ രണ്ട് സൈഡ് പ്രൊപ്പോർഷണൽ ആണ്. AC ബൈ നോക്കിയോ, ഈ ട്രയാങ്കിളിന്റെ റീസൺ എന്താ? AC നോക്കിയോ, AC ഡിവൈഡഡ് ബൈ എന്താ? BC ഈസ് ഈക്വൽ ടു പിന്നെന്താ ഇതിനകത്തുള്ള എന്താ? CD ഡിവൈഡഡ് ബൈ എന്താ? BC അല്ലേ വന്നിരിക്കുന്നത്. ഇപ്പം ഇവിടെ നമ്മള് ഈ ആദ്യത്തെ ഫ്രം ഇക്വേഷൻ 1 ആണല്ലോ. ഇതിനെ ഒന്ന് തിരിച്ചൊന്ന് എഴുതിക്കേ. ഞാൻ AC അവിടെ തന്നെ കൊണ്ടുവന്നിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്ന അറിയാമോ? എനിക്കിവിടെ എന്താ വേണ്ടത്? എനിക്കിവിടെ AC ബൈ ഈ ഏതെങ്കിലും രണ്ട് സൈഡ് പ്രൊപ്പോർഷണൽ ആക്കിയാലും മതി അല്ലേ? അപ്പം ഈ ഇക്വേഷനിൽ നിന്ന് എനിക്ക് AC ബൈ EC ഉണ്ടല്ലോ, ഇവിടെ EC ഇല്ലേ, CD ബൈ EC ആണ്. ഓക്കെ, നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് ഇങ്ങനെ ആകത്തില്ലയോ? AC ബൈ BC ഇവിടെ നോക്കി, ഈ ഫ്രം ഇക്വേഷൻ 1 നിന്ന് നമുക്ക് ഇങ്ങനെ ആകത്തില്ലയോ? ഈ CD നെ താഴെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ AC ഡിവൈഡ് ബൈ CD എന്നായില്ലേ? ആയോ? ഈക്വൽ ടു നമുക്ക് എന്താക്കാം? BC ഡിവൈഡ് ബൈ EC എന്നാക്കിയില്ലേ? അതിനർത്ഥം എന്തുവാ? AC എന്ന് പറയുമ്പോൾ ഈ വലിയ ട്രയാങ്കിൾ ഈ സൈഡ്, പിന്നെന്താ അത് ഏതുമായിട്ടാ പ്രൊപ്പോർഷണൽ ആവുന്നത്? അത് ഡിവൈഡഡ് ബൈ എന്താ? CD. ഇത് ഈസ് ഈക്വൽ ടു എന്താ അർത്ഥം? BC ഡിവൈഡഡ് ബൈ എന്താ? EC എന്നാണ്. അപ്പൊ രണ്ട് സൈഡ് പ്രൊപ്പോർഷണൽ ആയി ഇല്ലേ? അപ്പൊ അതെന്താ? അത് ഫ്രം ഇക്വേഷൻ 1 ആണ് ഇല്ലേ? അല്ലേ? അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഈ രണ്ട് സൈഡും ഈ ആംഗിളുമായിട്ട് കിട്ടി. അപ്പൊ ഏത് പോസ്റ്റുലേറ്റ് ഉപയോഗിക്കാം? SAS എന്ന് ഉപയോഗിക്കാം. അപ്പൊ ട്രയാങ്കിൾ നമുക്ക് ഇങ്ങനെ എഴുതാം, എന്താ? ABC സിമിലർ ടു ട്രയാങ്കിൾ എന്താ? DEC. റീസൺ എന്താ? SAS ക്രൈറ്റീരിയ ആണോ? ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവരുടെ സൈഡ് എങ്ങനെ എഴുതാം? ഇവരുടെ സൈഡ് പ്രൊപ്പോർഷണൽ ആണ്, എങ്ങനെ എഴുതാം? മൂന്നെണ്ണം എങ്ങനെ എഴുതാം? AC ഡിവൈഡ് ബൈ CD ഓൾറെഡി ഉണ്ട്, ഈസിക്കൽ ടു BC ഡിവൈഡ് ബൈ EC ഓൾറെഡി ഉണ്ട്, ഈസിക്കൽ എന്തായിരിക്കും? ബാക്കി എന്തായിരിക്കും? ED അല്ല, AB ഡിവൈഡ് ബൈ എന്തെന്ന് വരും? AB ഡിവൈഡ് ബൈ ED എന്ന് എഴുതാം. ഇത് ഇക്വേഷൻ നമ്പർ 2 എന്നാണ് കൊടുക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് വേറെ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല, കാരണം ഇനി ഓൾറെഡി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താന്ന് നോക്കിയേ. നമുക്ക് എന്താണ് മൂന്നാമത്തെ ക്വസ്റ്റിനകത്ത് പ്രൂവ് ചെയ്യേണ്ടത് CA ഇൻറ്റു CE ഈസ് ഈക്വൽ ടു CB ഇൻറ്റു CD എന്നാ പ്രൂവ് ചെയ്യേണ്ടത്. ആണോ? നമുക്ക് ഈ 1-നകത്തുനിന്നും 2-നകത്തുനിന്നും ഇത് വല്ലതും എങ്ങനെയും പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കി. 1-നകത്തുനിന്ന് നമുക്ക് CA. ഓക്കെ, ഞാൻ ഇതിനകത്ത് ഇങ്ങനെയും കൂടെ ആക്കുകയാണേ. ഇത് AC ആക്കുന്നു ഇൻറ്റു ഇത് EC ആക്കുന്നു, ഈസിക്കൽ ടു ഇത് BC ആക്കുന്നു ഇൻറ്റു ഇത് CD ആക്കുന്നു. ഓക്കെ, ഞാനിവിടെ ഇങ്ങനെയും കൂടെ ചെയ്യാണ്. AC ഡിവൈഡഡ് ബൈ CD ഈസ് ഈക്വൽ ടു AC ഡിവൈഡ് ബൈ CD ഈസ് ഈക്വൽ ടു എന്താ? AC ഡിവൈഡ് ബൈ CD ഈസ് ഈക്വൽ ടു BC ഡിവൈഡഡ് ബൈ EC അല്ലേ? അങ്ങനല്ലേ ഇപ്പൊ ഇത് വരുന്നത് ഇല്ലേ? ഇത് ഓൾറെഡി പ്രൂവ്ഡ് ആ. കാരണം എന്താ? രണ്ട് AC ഡിവൈഡ് ബൈ CD ഈസ് ഈക്വൽ ടു BC ഡിവൈഡ് ബൈ EC നമ്മൾ എവിടെ പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്? പണ്ടൊക്കെ പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ റീസൺ എന്താ എഴുതേണ്ടത്? ആസ് ട്രയാങ്കിൾ എന്താ എഴുതണം? ഏത് ട്രയാങ്കിൾ സിമിലർ ആയതുകൊണ്ടാണ് ഇതിങ്ങനെ വന്നത്? ആസ് ട്രയാങ്കിൾ ABC സിമിലർ ടു ട്രയാങ്കിൾ DEC. ഇത് രണ്ടും സിമിലർ ആയതുകൊണ്ടല്ലേ ഇതിങ്ങനെ വന്നത് അല്ലേ? നമ്മളത് പ്രൂവ് ചെയ്തു. അടുത്ത എന്താ? നാലാമത്തെ എന്താ? CD ഇൻറ്റു AB ഈസ് ഈക്വൽ ടു CA ഇൻറ്റു DE എന്ന് പ്രൂവ് ചെയ്യണം അല്ലേ? അത് ഓൾറെഡി നമ്മൾ എവിടെ നിന്ന് പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്? നോക്കിയോ, ഇതിനെ CD-നെ ഇത് CD ഓക്കെ, CD ഡിവൈഡഡ് ബൈ ഇതിനെ ഞാൻ ഒന്ന് മാറ്റി എഴുതുന്നു. ഇത് CD ഇൻറ്റു AB അതേപോലെ തന്നെ എഴുതാം. ഇത് CA എന്നുള്ളത് AC ആക്കുന്നു ഇൻറ്റു എന്താണ്? D എന്നാക്കുന്നു. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കി,
CD ഇവിടെ നമുക്ക് വേണേൽ CD ഡിവൈഡ് ബൈ AC എന്നാക്കി തിരിയോ. അപ്പൊ എന്ത് വരും? DE ഡിവൈഡ് ബൈ AB എന്നാക്കി തിരിയോ. ഇത് നമ്മൾ എവിടെയെങ്കിലും പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ടോ നോക്കിയേ. നോക്കിയേ ഇക്വേഷൻ 2 AC ബൈ CD ഈസ് ഈക്വൽ ടു AB ബൈ ED എന്നുണ്ട്. പക്ഷെ ഇത് അതിന്റെ നേരെ തിരിച്ചല്ലേ വന്നിരിക്കുന്നത്. CD ബൈ AC ഈസ് ഈക്വൽ ടു DE ബൈ AB ഇല്ലേ? അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, റെസിപ്രോക്കൽ ഓഫ് എന്താണ് ഇക്വേഷൻ 2. അതെന്താ റീസൺ എന്താ ഇങ്ങനെ ആസ് എന്താണ് ഏത് ഇതായതുകൊണ്ടാണ്. അതും ഇതുപോലെ തന്നെ ട്രയാങ്കിൾ ABC കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ DEC ആയതുകൊണ്ടാണ്. നമ്മൾ ഓൾറെഡി മോളിൽ പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ? ശരിയല്ലേ? ആണോടെ? ആണോ? ആ മുകളിലത്തെ 2 ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 2-3 ആൻസർ കിട്ടും. ഇത് മനസ്സിലാത്തവരുണ്ടെങ്കിൽ ചോദിച്ചോ. നിരഞ്ജൻ മനസ്സിലായോ? സന മനസ്സിലായോ? സന. ദേവനാരായൺ മനസ്സിലായോ? നോക്കിയോ, ഇതും കൂടെ 1-2 ക്വസ്റ്റ്യൻ കൂടെ ഇതിനകത്ത് ചെയ്യിപ്പിക്കാൻ. പിന്നെ ഇനി മറ്റേ ഇതിനകത്ത് ഏരിയ അതിന്റെ അത് ഉണ്ടോ? ഏരിയ ചോദിച്ചോ. ഓക്കെ, അപ്പൊ അതുകൂടെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യനോട് എഴുതിക്കും. ഇൻ ഫിഗർ ആംഗിൾ PQR equal to angle PRS. Prove that triangle PQR similar to triangle PRS. If PR is equal to 8 centimeter, PS is equal to 4 centimeter, and calculate PQ. കണ്ടുപിടിച്ചോ. സ്റ്റാർട്ട് ചെയ്തു.
രണ്ട് ആംഗിൾ ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് രണ്ട് ട്രയാങ്കിള് പി ക്യു ആറും എന്താണ് PQR അതുപോലെ PRS ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ PQ കണ്ടുപിടിക്കും. സിമ്പിൾ അല്ലേ? എന്തുവാ കണ്ടുപിടിച്ചോ? നോക്കിയടെ ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യാം. ഒന്ന് ഈ ട്രയാങ്കിളും അതേപോലെ ഈ മൊത്തം ട്രയാങ്കിളും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യും. അങ്ങനെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ അങ്ങനെ പ്രൂവ് ചെയ്യുവാണെങ്കിൽ അതിന്റെ സൈഡ്സ് കറസ്പോണ്ടിങ് ആണെന്ന് കിട്ടത്തില്ലേ? റേഷ്യോസ് അല്ലാന്ന് കിട്ടത്തില്ലേ? ഇല്ലേ? കിട്ടുമോ? കിട്ടും. അങ്ങനെയാണെങ്കിൽ ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ എഴുതാം. ട്രയാങ്കിൾ to prove ഇങ്ങനെ എഴുതിക്കുക to prove triangle PQR similar to triangle PRS. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം. എന്താ അങ്ങനെ പ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഓൾറെഡി എന്താ ഈ രണ്ട് ആംഗിൾ ഈക്വൽ ആണെന്ന് അവർ ഓൾറെഡി തന്നിട്ടുണ്ട്. എന്താ ആംഗിൾ PQR ഈസ് ഈക്വൽ ടു ആംഗിൾ PRS എന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്. അതെന്താ റീസൺ എന്താ എഴുതേണ്ടത്? E1 എഴുതാം. പിന്നെന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? വേറെ എന്തെങ്കിലും തന്നിട്ടുണ്ടോ? ഈ ട്രയാങ്കിളിന്റെ ഈ ആംഗിളും ഈ ട്രയാങ്കിളിന്റെ ഈ ആംഗിളും സെയിം അല്ലേ? ഇല്ലേ? വലിയ ട്രയാങ്കിളിലും ആംഗിൾ പി കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ചെറിയ ട്രയാങ്കിളിലും ആംഗിൾ പി കംപ്ലീറ്റ് ആയിട്ടുണ്ടല്ലോ. ഇല്ലേടെ? ഈ വലിയ ട്രയാങ്കിൾ എടുക്കുവാണെങ്കിൽ ഈ ആംഗിൾ മൊത്തം ഉണ്ട്, ഈ ചെറിയ ട്രയാങ്കിൾ എടുക്കുവാണെങ്കിൽ ഈ ആംഗിൾ മൊത്തം ഉണ്ട് അതിനകത്ത്. അപ്പൊ എന്താ രണ്ടിനും ആംഗിൾ പി കോമൺ ആണ്, ശരിയല്ലേ? അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ എഴുതാം, ആംഗിൾ പി ഈക്വൽ ടു ആംഗിൾ പി എന്താ കോമൺ. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ട്രയാങ്കിൾ പി ക്യു ആർ സിമിലർ ടു ട്രയാങ്കിൾ എന്താ PRS. റീസൺ എന്താ? എ ക്രൈറ്റീരിയ ആണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സൈഡ്സ് റേഷ്യോസിലായിരിക്കുമല്ലോ. ഏതൊക്കെ സൈഡ് ആയിരിക്കും റേഷ്യോ ആയിട്ട് എഴുതാൻ പറ്റുന്നതെന്നൊന്ന് പറഞ്ഞേ. എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈക്വൽ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡിനെ വേണം എന്താക്കി എഴുതാൻ, റേഷ്യോ ആക്കി. അപ്പൊ വേണമെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് വരച്ചോണം. ഇതാണ് ഒരു ട്രയാങ്കിൾ, ഇതേതാ PQR. ഇതാണ് വേറൊരു ട്രയാങ്കിൾ കണ്ടോ, ഇതെന്താ, ഇത് SPR. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ഇപ്പൊ ഏതൊക്കെ ആംഗിൾ ഈക്വൽ വന്നിരിക്കുന്നത്? ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ വന്നിരിക്കും. അപ്പം സൈഡിനെ റേഷ്യോ ആയിട്ട് എടുക്കുമ്പോൾ എന്തായിട്ട് എടുക്കണം? ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് ഇതും ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് ഇതും വേണം ഡിവൈഡ് ബൈ ആക്കി എഴുതാൻ. അപ്പൊ എന്താന്ന് എഴുതാം? PR ഡിവൈഡഡ് ബൈ എന്താന്ന് എഴുതാം? SP എന്ന് എഴുതാം. ഈസ് ഈക്വൽ ടു, ഇനി അടുത്ത ഏതൊക്കെ ആംഗിൾ ഈക്വൽ? ഈ ആംഗിൾ പിയും ഈ ആംഗിൾ പിയും ആയിരിക്കില്ല. ഈ ആംഗിൾ പിയുടെ ഓപ്പോസിറ്റ് ഈ ട്രയാങ്കിൾ ഡിവൈഡ് ബൈ ഈ ട്രയാങ്കിൾ എന്ന് വേണേലും എടുക്കാം, ഈ ട്രയാങ്കിൾ ഡിവൈഡ് ബൈ ഈ ട്രയാങ്കിൾ എന്ന് വേണേലും എടുക്കാം. എങ്ങനെ വേണേലും എടുക്കാം കേട്ടോ. നമ്മളിപ്പം ഫ്രണ്ട് വരച്ച ട്രയാങ്കിൾ ബൈ ബാക്ക് വരച്ച ട്രയാങ്കിൾ എഴുതിയിരിക്കുന്നത്. അപ്പം ഇവിടെ ഈ രണ്ടിന്റെ ഓഫ് ഇതിന്റെ QR ഡിവൈഡ് ബൈ എന്താ? QR ഡിവൈഡഡ് ബൈ എന്തെന്ന് വരും? QR ഡിവൈഡ് ബൈ ഇതിന്റെ ഓപ്പോസിറ്റ് SR എന്ന് വരും. ഇനി അപ്പം മൂന്നാമത്തെ സ്ഥലത്ത് ഇതും പോയി ഇനിയിപ്പോ ഏത് സൈഡേ ഉള്ളൂ? QP ഡിവൈഡ് ബൈ എന്താ? PR എന്ന് വരും. ഇനിയും വാല്യൂ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? ഈ തന്നിരിക്കുന്ന വാല്യൂ ഒക്കെ ഒന്ന് എടുത്ത് കൊടുത്തേ. PR ന്റെ വാല്യൂ തന്നിട്ടുണ്ട് 8 ഡിവൈഡ് ബൈ SP യുടെ വാല്യൂ തന്നിട്ടുണ്ടോ? എത്ര? PS ന്റെ വാല്യൂ തന്നിട്ടുണ്ട് 4. ഈസിക്കൽ ടു നമുക്ക് എന്ത് കണ്ടുപിടിക്കണ്ടേ? നമുക്ക് കണ്ടുപിടിക്കുന്നത് PQ കണ്ടുപിടിക്കാൻ വേണ്ടി ഇതല്ലേ വേണ്ടത്? ഈസിക്കൽ ടു QP ആണ്. QP ഡിവൈഡ് ബൈ എന്താ? PR തന്നിട്ടുണ്ടോ? ഇതിന് ഓപ്പോസിറ്റ് QR, ഇതിന് ഓപ്പോസിറ്റ് SR. അതൊക്കെ ഇതിന് ഓപ്പോസിറ്റ് PR, ഇതിന് ഓപ്പോസിറ്റ് SP. ഓക്കെ, പിന്നെ ബാക്കി വരുന്നത് QP ആണ്. ഓക്കെ, QP ഡിവൈഡഡ് ബൈ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? QP ബൈ PR എന്ന് വരും. QP ഡിവൈഡഡ് ബൈ PR എന്നല്ലേ വരിക? അല്ല അല്ലടാ, ഇതിന്റെ ഓപ്പോസിറ്റ് എന്ത് തന്നെ? PR തന്നെയല്ലേ വരുന്നത്? എടേ, നമ്മളിപ്പം ഇതും ഈക്വൽ ആണെന്ന് എടുത്തു. ഇവിടെ നോക്കിയാ റെഡ് ഇതും ഈക്വൽ ആണെന്ന് എടുത്തു. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഇത്, ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഇത്. അത് നമ്മൾ എടുത്തു. എന്തുവാ? PR ഡിവൈഡ് ബൈ SP. ഓക്കെ, അടുത്ത ഏതാ ഈക്വൽ ആയിട്ട് വരുന്നത്? അടുത്തത് വരുന്നത് ഇതും ഈക്വൽ ആയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് QR ഡിവൈഡ് ബൈ ഇതിന്റെ ഓപ്പോസിറ്റ് എന്താ? SR. അതും എടുത്തു. പിന്നെ ബാക്കി എന്താ ഉള്ളത്? ബാക്കി തന്നെ ഈ ആംഗിളും പിന്നെ ഏതാ ഉള്ളത്?
പിന്നെ ഏത് ആംഗിൾ ആണ്? ഈ ആംഗിളും ഉള്ളത് അല്ലേ? അപ്പം ഈ ആംഗിളിന് ഓപ്പോസിറ്റ് ഏതാ? QP. അത് നമ്മൾ എഴുതി. അപ്പൊ ഈ ആംഗിൾ ഓപ്പോസിറ്റ് എന്ത് തന്നെയാ? ഇത് തന്നെയാ, PR തന്നെയാ. ശരിക്കും രണ്ടിടത്തും ആ രണ്ട് ട്രയാങ്കിളിലെയും PR എന്ന് പറയുന്ന സൈഡ് രണ്ടിനും ഉണ്ട്, രണ്ട് ട്രയാങ്കിളും ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ വരുന്നത്. മനസ്സിലായോ? അപ്പൊ ഇത് നമുക്ക് എന്താ എഴുതാം? PR എന്ന് തന്നെ എഴുതാം. അപ്പൊ നോക്കിയോ, അപ്പം 8/4 ഈസ് ഈക്വൽ ടു QP ആ കണ്ടുപിടിക്കേണ്ടത്. ഡിവൈഡ് ബൈ എന്താന്ന് വരും? PR 8. ഇത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8 × 8/4 ഈസ് ഈക്വൽ ടു QP. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ട് നമുക്ക് കട്ട് ചെയ്യാം. 2 8 2 16. അപ്പൊ എത്ര? QP എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 16. ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഏരിയയുടെ ആ സാധനം കൂടെ പഠിപ്പിച്ചു തരാം. അപ്പൊ ഹെഡിങ് എഴുതിക്കുക, സിമിലാരിറ്റി ആൻഡ് ഏരിയ. സിമിലാരിറ്റി ആൻഡ് ഏരിയ ഓഫ് ട്രയാങ്കിൾ. അതില് തിയറം പറയുന്നത്, അതിലെ ആദ്യത്തെ തിയറം പറയുന്നത്, തിയറം എന്ന് എഴുതിയാൽ മതി. ദ റേഷ്യോ ഓഫ് areas of two similar triangles is equal to the ratio of the square of the measures of their corresponding measures of their corresponding sides. എന്ന് പറഞ്ഞാൽ നോക്കിക്കോളൂ, നമ്മളിപ്പം ഈ രണ്ട് ട്രയാങ്കിൾ ഇങ്ങനെ എടുക്കുകയാണ്. എല്ലാവരും ശ്രദ്ധിച്ചോണം, നോക്കിക്കോളൂ. ABC. അതേപോലെ ഈ ഒരു ട്രയാങ്കിൾ എടുക്കുകയാണ്. ഇതിന്റെ പേര് DEF. ഓക്കെ, അപ്പം ഈ രണ്ട് ട്രയാങ്കിളും സിമിലർ ആണ് തന്നിട്ടുണ്ട്. ഈ രണ്ട് ട്രയാങ്കിൾ എന്താ? ട്രയാങ്കിൾ ABC സിമിലർ ടു ട്രയാങ്കിൾ എന്താ? DEF എന്ന് തന്നിട്ടുണ്ട്. അത് ഗിവൺ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെന്ന് എടുക്കാം? AD ഈക്വലും BE ഈക്വലും CF ഈക്വലും എന്നല്ലേ അർത്ഥം അല്ലെ? ആംഗിൾ രണ്ട് സിമിലർ ആണെങ്കിൽ. അപ്പൊ നോക്കിയോ, അപ്പം AD ഈക്വൽ ആണോ? അങ്ങനെയാണെങ്കിൽ എയുടെ ഓപ്പോസിറ്റ് സൈഡ് എന്താ? BC. therefore BC ഡിവൈഡഡ് ബൈ എന്താ? EF ആണോ? ഈക്വൽ ടു B എന്തിനാ ഈക്വൽ? Eക്ക്. BE ഈക്വൽ. അപ്പൊ B യുടെ ഓപ്പോസിറ്റ് എന്താ? AC ഡിവൈഡഡ് ബൈ E യുടെ ഓപ്പോസിറ്റ് എന്താ? DF ഈക്വൽ ടു. അതേപോലെ തന്നെ എന്താണ് സിയുടെ 1 2 3 സിയുടെ സിക്ക് ABC അല്ലേ? ഈ സിക്ക് ഏതുമായിട്ടാണ് ഇക്വാലിറ്റി വരുന്നത്? എഫ് ആയിട്ടാണ്. അപ്പം എഫ് ആയിട്ട്. അപ്പൊ സിയുടെ ഓപ്പോസിറ്റ് എന്താ? AB ഡിവൈഡ് ബൈ എഫ് എന്താ? ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നോക്കിയോ, ഇവര് പറയുന്ന ഈ തിയറം പറയുന്നത് എന്താ അറിയോ? ഈ രണ്ടിന്റെ ഏരിയ ഇതിന് ഈക്വൽ ആയിരിക്കും, ഇതിന്റെ സ്ക്വയറിന് ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? നമുക്ക് ഇങ്ങനെ എഴുതില്ലയോ, ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ട്രയാങ്കിൾ DEF ഈസ് ഈക്വൽ ടു, ഇങ്ങനെ എഴുതാം, BC സ്ക്വയർ ഡിവൈഡഡ് ബൈ EF സ്ക്വയർ AC സ്ക്വയർ ഡിവൈഡഡ് ബൈ DF സ്ക്വയർ AB സ്ക്വയർ ഡിവൈഡഡ് ബൈ DC സ്ക്വയർ. ആണല്ലോ.
ഇവിടെ ഡി സി ആണോ ഡി ഇ ആണോ? എ ബി എഫിന്റെ ഓപ്പോസിറ്റ് ഏതൊക്കെയായിരുന്നേ? ആ ഡി ഇ ആണ്. ഇവിടെ ഡി ഇ സ്ക്വയർ ആണ്. അല്ല ഡി ഇ എന്ന് എഴുതുക, മുകളിൽ ഡി ഇ എന്ന് എഴുതുക, അതേപോലെ തന്നെ ഇവിടെ ഡി ഇ സ്ക്വയർ ആണ് കേട്ടോ. അതേപോലെ ഒരു തിയറം കൂടെ എഴുതിക്കോളൂ, ഒരു തിയറം കൂടെ എഴുതിക്കോളൂ, ഒരു തിയറം കൂടെ എഴുതിക്കോ. ഇതിനകത്ത് ഒരു തിയറം കൂടെ ഉള്ളൂ. The area of two similar triangle are proportional to the square of their corresponding altitude. എന്ന് പറഞ്ഞാൽ ഇതൊരു ട്രയാങ്കിള്, ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ് ഓൾട്ടിറ്റ്യൂഡ് ഇതല്ലേ അല്ലേ? ഇത് നമുക്ക് എ ബി സി എന്ന് വിളിക്കാം, ഇത് എൽ എന്ന് വിളിക്കാം. അതേപോലെ വേറൊരു ട്രയാങ്കിള്, ഈ ട്രയാങ്കിളെ പ്രത്യേകത എന്താ? ഈ ട്രയാങ്കിളെ പ്രത്യേകത ഡി ഇ എഫ് എന്ന് വിളിക്കാം, ഡി ഇ എഫ് എന്ന് വിളിക്കാം. അപ്പൊ ഇതിനകത്ത് ഹൈറ്റ് ഏതൊക്കെയാ? എലും അതേപോലെ ഡി എമ്മും ആണ് ഇതിന്റെ ഓൾട്ടിറ്റ്യൂഡ്. ഇവർ പറഞ്ഞത് ഈ രണ്ട് ആൾക്കാരുടെ ഏരിയയുടെ റേഷ്യോ എന്ന് പറയുന്നത് ആ ആൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയറിന്റെ റേഷ്യോക്ക് ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? നമുക്ക് ഇങ്ങനെ എഴുതാം, ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്താണ് ഡി ഇ എഫ് എന്ന് പറയുന്നത് എ എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ എന്തായിരിക്കും? ഡി എം സ്ക്വയർ ആയിരിക്കും. വേറൊന്നും കൂടെ, ഒരു തിയറം കൂടെ ഉണ്ടേ, അല്ല രണ്ടെണ്ണം കൂടെ ഉണ്ട്. ഇത് ഓൾട്ടിറ്റ്യൂഡാന്ന് പറയുമ്പോ ഈ ആംഗിൾ എന്തായിരിക്കും? ഇത് 90 ഡിഗ്രി ആയിട്ടേ വരത്തുള്ളൂ കേട്ടോ, ഓൾട്ടിറ്റ്യൂഡ് ആണെങ്കിൽ. കാരണം ചരിഞ്ഞല്ലല്ലോ ഹൈറ്റ് ഇരിക്കുന്നത്, ഹൈറ്റ് നേരെയല്ലേ ഇരിക്കുന്നത്. അടുത്ത രണ്ട് തിയറം കൂടെ ഉണ്ട്, എഴുതിക്കോളൂ. The area of two similar triangle are proportional to the square of their corresponding median. ഇത് എ, ഇത് ബി, ഇത് സി.
ഇത് മീഡിയനും ആൾട്ടിറ്റ്യൂഡും തമ്മിലുള്ള വ്യത്യാസമുണ്ടോ? മീഡിയനും ആൾട്ടിറ്റ്യൂഡും തമ്മിലുള്ള വ്യത്യാസമുണ്ടോ? മറ്റേത് ഈക്വൽ ആയിട്ട് കട്ട് ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല ഓൾട്ടിറ്റ്യൂഡിന്, അല്ലേ? ഇപ്പൊ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഓൾട്ടിറ്റ്യൂഡ് എങ്ങനെ ആയിരിക്കും അറിയുന്നത്? ഇങ്ങനെ ആയിരിക്കും. പക്ഷെ മീഡിയന്റെ വ്യത്യാസം എന്താണെന്നറിയോ? മീഡിയൻ എപ്പോഴും ഒരു വെർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിന്റെ കൃത്യം സെന്ററിലേക്ക് വരയ്ക്കുന്ന ലൈനെയാണ് നമ്മൾ എന്ന് പറയുന്നത് മീഡിയൻ എന്ന് പറയുന്നത്. അപ്പൊ മീഡിയൻ വരച്ചു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് എന്ത് ചെയ്യും? ഈക്വൽ ആയിട്ട് കട്ട് ചെയ്യുന്നുള്ള കാര്യം ആലോചിച്ചോണം. ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഒരു പടം വരയ്ക്കാം. നോക്കിയോ, ഇങ്ങനെ ഇച്ചിരി ചരിച്ചു വരയ്ക്കുകയാണ്. ഇങ്ങനെ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ, അതേപോലെ കുറച്ചുകൂടി വലിയൊരു ട്രയാങ്കിൾ ഇതുപോലെ വരയ്ക്കാം. മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നാ പറയുന്നത്? ഒരു വെർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിന്റെ കൃത്യം മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്ന ലൈനെയാണ് നമ്മൾ മീഡിയൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെയും ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൃത്യം മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്നത്, അല്ലേ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇത് എ, ഇത് ബി, ഇത് സി, ഇത് എക്സ്, ഇത് ഡി, ഇത് ഇ, ഡി ഇ, ഇത് വൈ, ഇത് എഫ്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇവർ പറയുന്നത് ഈ രണ്ട് ട്രയാങ്കിൾ ഏരിയ എന്ന് പറയുമ്പോൾ ഈ മീഡിയന്റെ സ്ക്വയറിന്റെ റേഷ്യോക്ക് ഇല്ല. അതായത് ഈ രണ്ട് ട്രയാങ്കിൾ ഏരിയയുടെ റേഷ്യോ എന്ന് പറയുന്നത് മീഡിയൻ, നേരത്തെ ആൾട്ടിറ്റ്യൂഡിന്റെ പറഞ്ഞ പോലെ തന്നെ സെയിം ആയിരിക്കും. അതിന് സെയിം ആയിരിക്കും. നമുക്ക് ഇങ്ങനെ എഴുതാം. എന്താ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഫൈനൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഡി ഇ എഫ് ഈസ് ഈക്വൽ ടു എ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എന്തായിരിക്കും? ഡി വൈ സ്ക്വയർ. ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പം ഇതിന്റെ ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്യിപ്പിച്ചാൽ നമ്മുടെ ഏകദേശം ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ വേറൊരെണ്ണമുണ്ട്, മാപ്പ് ആൻഡ് മോഡൽ. അതും ഉണ്ടെന്ന് തോന്നുന്നു. മാപ്പ് പഠിപ്പിച്ചു സ്കൂളിൽ, മാപ്പിംഗ് ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഒരു ടോപ്പിക് കൂടെ ഉണ്ട്, മാപ്പ്. എനിവേ അതുകൂടെ ഞാൻ എന്തായാലും പഠിപ്പിച്ചേക്കുക. ഇനിയിപ്പം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും പഠിപ്പിക്കുക. നോക്കിയോ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കുക അതിനകത്തെ. ഒരു സെക്കൻഡ്. ഏരിയ ടു സിമിലർ ഒരു തിയറം കൂടെ ഉണ്ട് അതിനകത്ത്. ഒരു തിയറം കൂടെ എഴുതി. The area of two similar triangles are proportional to the square of their corresponding angle bisector. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു ട്രയാങ്കിള്, ഇത് വേറൊരു ട്രയാങ്കിള്. ഇതിന് ആംഗിൾ ബൈസെക്ടർ വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ വരയ്ക്കും? ഈ ആംഗിളിനെ ഈക്വൽ ആയിട്ട് കട്ട് ചെയ്യുന്ന ഒരു ലൈൻ. അത് മീഡിയൻ ഒന്നുമല്ല. എന്തുവാ? ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. അങ്ങനെ ഒരു ലൈൻ. അത് ഇപ്പുറത്തെ ഈക്വൽ ആവണമെന്നുമില്ല, മീഡിയൻ ആവണമെന്നുമില്ല, എന്താ അങ്ങനൊന്നുമില്ല, ഒരു നിർബന്ധവും ഇല്ല. അപ്പം ഇത് രണ്ടും ഈക്വൽ തന്നെ, ഇത് രണ്ടും ഈക്വൽ. അതേപോലെ തന്നെ ഇവിടെ ഈ ആംഗിളിനെ ഈക്വൽ ആയിട്ട് കട്ട് ചെയ്യുന്ന അതിന്റെ ആംഗിൾ ബൈസെക്ടർ വരച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് ഏരിയ ആ ആംഗിൾ ബൈസെക്ടർ ആയിട്ട് വരച്ച ലൈനിന്റെ സ്ക്വയറിന്റെ റേഷ്യോയ്ക്ക് ഈക്വൽ ആയിരിക്കും. ഓക്കെ ആണല്ലോ? നമുക്കിത് ഇങ്ങനെ എഴുതാം. എ ബി സി എക്സ് ഡി ഇ എഫ് വൈ. അങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ എഴുതാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ഡിവൈഡഡ് ബൈ
area of triangle DEF is equal to AB square divided by എന്താണ് sorry AX square divided by DY square. AX square divided by AX square divided by എന്താണ് DY square ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 2-3 ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. എന്നിട്ട് ഒരു ക്ലാസ് കൂടെ എടുത്തിട്ട് മാപ്പിംഗ് കൂടെ പഠിപ്പിച്ചേക്കാം കേട്ടോ. ഒറ്റ ക്ലാസ് കൂടെ മതിയാവും തീരാനായിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് റിവിഷൻ ഇതിനകത്ത് കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ കേട്ടോ. നമുക്ക് ഇത്രയും ചാപ്റ്റർ പെൻഡിങ് ഉള്ളതുകൊണ്ട് നമുക്ക് അതുകൂടെ നമുക്ക് പഠിപ്പിക്കണം. ഓക്കെ, അപ്പം ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കോ. 2 isosceles triangle having equal vertical angles and their areas are in the ratio of 9:16. Find the ratio of their corresponding sides. ഓക്കെ, ഇപ്പൊ 2 isosceles triangle എന്ന് പറയാൻ അർത്ഥം എന്തുവാ? വേണ്ട, ഇങ്ങനെ 2 ഐസോസിലസ്, അതായത് ഈ സൈഡും ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾ. ഓക്കെ, വേറൊരു ഐസോസിലസ് ട്രയാങ്കിൾ കണ്ടോ, ഈ രണ്ട് ഈ സൈഡും ഈക്വൽ, അതാണല്ലോ ഐസോസിലസ് ട്രയാങ്കിൾ. having equal vertical angles and their areas are in the ratio. ഓക്കെ, അത് നമുക്ക് ഇങ്ങനെ കൊടുക്കാം, A B C എന്ന് കൊടുക്കാം, ഇത് D E F എന്ന് കൊടുക്കാം. ഓക്കെ ആണല്ലോ. അങ്ങനെയാണ് സെയിം വെർട്ടിക്കൽ ആംഗിൾ എന്ന് പറയുമ്പോൾ എന്താ? ഈ വെർട്ടിക്കൽ ആയിട്ട് നിൽക്കുന്നുണ്ട്, ഇതാണ് വെർട്ടിക്കൽ. അപ്പൊ വെർട്ടിക്കൽ ആംഗിൾ ഈക്വൽ ആണെന്ന് പറയുന്നത്. അപ്പൊ ഈ ആംഗിളും ഈക്വൽ ആണെന്നാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടോട്ട് ഇതിന്റെ ഓൾട്ടിറ്റ്യൂഡ് അങ്ങോട്ട് വരയ്ക്കാം. ഓൾട്ടിറ്റ്യൂഡ് വരയ്ക്കാന്ന് പറയുമ്പോൾ 90 ഡിഗ്രി ആയിരിക്കണം. ഓൾട്ടിറ്റ്യൂഡ് ആണ് 90 ഡിഗ്രി അല്ലേ? ഞാൻ തന്നെ ഇങ്ങോട്ടേക്ക് ഒരു ഓൾട്ടിറ്റ്യൂഡ് വരച്ചു. അതിനെ നമുക്ക് എന്ത് കൊടുക്കാം? ഇതിനെ L എന്നും കൊടുക്കാം, ഇതിനെ M എന്നും കൊടുക്കാം. കാരണം എന്താ? ഐസോസിലസ് ട്രയാങ്കിളിന്റെ എന്താണ് നടുക്കുന്ന ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അത് കൃത്യം എന്ത് ചെയ്യും? ഓപ്പോസിറ്റ് സൈഡിനെ എന്താണ് അതായത് ബൈസെക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 ഡിഗ്രിയിൽ ബൈസെക്ട് ചെയ്യും. ഓക്കെ ആണല്ലോ. അപ്പം കാരണം ഐസോസിലസ് ട്രയാങ്കിളിലെ മീഡിയം വരയ്ക്കാൻ പറഞ്ഞാലും ബൈസെക്ടർ വരയ്ക്കാൻ പറഞ്ഞാലും ഐസോസിലസ് ട്രയാങ്കിളിന്റെ രണ്ടും എന്താ സെയിമാ. മീഡിയം വരച്ചാലും എന്താണ് ബൈസെക്ടർ എന്താണ് നിങ്ങൾ 90 ഡിഗ്രി ആൾട്ടിറ്റ്യൂഡ് വരച്ചാലും രണ്ടും സെയിമാ. കാരണം ഐസോസിലസ് ട്രയാങ്കിൾ അപ്പുറത്തെ ഇപ്പുറത്തെ ആംഗിൾ സൈഡ് ഈക്വൽ ആയതുകൊണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ വന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നിരിക്കുന്ന എന്താ ഏരിയയുടെ റേഷ്യോ തന്നിട്ടുണ്ട്. എന്താ ഏരിയ ഓഫ് എന്ത് തന്നിട്ടുണ്ട്? ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഡി ഇ എഫ് എന്താ തന്നിട്ടുള്ളത്? അതിന്റെ റേഷ്യോ തന്നിട്ടുണ്ട് 9/60. നമുക്ക് എന്ത് കണ്ടുപിടിക്കുന്നത്? ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദെയർ കറസ്പോണ്ടിങ് സൈഡ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അറിയത്തില്ലേ? അതായത് ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സൈഡ്സ് എല്ലാം എന്തായിരിക്കും? റേഷ്യോസിലായിരിക്കും. ആ റേഷ്യോ ആയിട്ടുള്ള സൈഡ് ഈ ഏരിയയുടെ എന്തായിരിക്കും കാണുന്നത്? സ്ക്വയർ ആയിരിക്കും. സ്ക്വയർ എടുക്കുമ്പോൾ അപ്പൊ ഇത് റൂട്ട്. ശരിക്കും ആൻസർ 3:4 ആണെന്ന് വേണമെങ്കിൽ ഇവിടെ നിന്ന് തന്നെ എഴുതാം. കാരണം എന്താ? ഏരിയ എന്ന് പറഞ്ഞാൽ സൈഡിന്റെ സ്ക്വയറിന് ഈക്വൽ ആണെന്നാ പറയുന്നത്. ശരിയല്ലേ? ആണോ? അപ്പൊ നമുക്ക് ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് ആദ്യം പ്രൂവ് ചെയ്യണം. ഇനി അതൊന്നും പ്രൂവ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് വേണമെങ്കിൽ തന്നെ ഇങ്ങനെ എഴുതാം. അതായത് എഴുതിക്കോ, AL പെർപെൻഡിക്കുലർ ടു BC ആണല്ലോ. ആണോ? DM പെർപെൻഡിക്കുലർ ടു EF ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, AB by AC is equal to 1. DE by DF is equal to 1 ആണോ? അതെങ്ങനെ അങ്ങനെ വന്നേ?
അതെങ്ങനെ അങ്ങനെ വന്നേ? നമുക്കറിയാം എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിനകത്ത് എ ബി ഈസ് ഈക്വൽ ടു എ സി ആണ്. കാരണം എന്താ? ഐസോസിലസ് ആയതുകൊണ്ട്. ആണോ? ആണോ? അങ്ങനെയാണെങ്കിൽ രണ്ടിന്റെ വാല്യൂ എന്തായിരിക്കും? എ ബി ഈക്വൽ ആണെങ്കിൽ എന്ത് വാല്യൂ ആണെങ്കിലും എന്താണ് ഈ രണ്ട് എ ബിനെ എ സിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1 കിട്ടും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? അത് ബിക്കോസ് എന്ന് പറഞ്ഞ ബിക്കോസ് ഇതായതുകൊണ്ടാണ്. അതേപോലെ തന്നെ അടുത്ത ട്രയാങ്കിൾ അത് എന്താ? ട്രയാങ്കിൾ എന്താ? ഡി ഇ എഫില് എന്തൊക്കെ ആയിക്കോല്? ഡി ഇ ഈസിക്കലും എന്താ? ഇ എഫ് ആണ്. എന്തുകൊണ്ടാ? അതും ഐസോസിലസ് ആണ് പറഞ്ഞിട്ടുണ്ട്. ഇല്ലയോ? അതാണ് അങ്ങനെ വന്നത്. അപ്പം നമുക്കറിയാം അങ്ങനെയാണെങ്കിൽ therefore നമുക്ക് ഇങ്ങനെ എഴുതാം എ ബി ഡിവൈഡഡ് ബൈ എ സി ഈക്വൽ ടു ഡി ഇ ഡിവൈഡഡ് ബൈ ഡി എഫ് ആണ് എഴുതാം. അതിന്റെ കാരണം എന്താ? രണ്ടിന്റെ ആൻസർ എന്താ? 1 ആണ്. ഇല്ലേ? ശരിയല്ലേ? ഞാൻ ഒന്ന് മാറ്റുകയാണ്. എന്നിട്ട് ഇതിനെ ഇങ്ങോട്ടും എ ബിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഡിഇനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പം എ ബി ഡിവൈഡഡ് ബൈ ഡി ഇ എന്നായില്ലേ? ആണോ? ഈസിക്വൽ ടു ഇതിനെ എ സിനെ മുകളിലോട്ട് കൊണ്ടുപോകാം. ഇതിനെ മുകളിലോട്ട് കൊണ്ടുവരാം. അപ്പൊ നോക്കിയേ എ സി ഡിവൈഡഡ് ബൈ എന്താവും? ഡി എഫ് എന്നായില്ലേ? ഓക്കെ. അതേപോലെ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് ആൻഡ് ആംഗിൾ എ ഈസിക്വൽ ടു ആംഗിൾ ഡി എന്നും പറഞ്ഞിട്ടുണ്ട്. ആണോ? അങ്ങനെയാണ് നമുക്ക് എന്തെന്ന് എഴുതാം? therefore ട്രയാംഗിൾ എ ബി സി സിമിലർ ടു ട്രയാംഗിൾ എന്താ? ട്രയാംഗിൾ എന്തെന്ന് എഴുതാം? ഡി ഇ എഫ് എന്ന് എഴുതാം. റീസൺ എന്താ? സൈഡ് ആംഗിൾ സൈഡ്. കാരണം ഏതൊക്കെയാണ് ഈക്വൽ ആയിരിക്കുന്നത്? ഈ സൈഡും പ്രൊപ്പോർഷണൽ, ഈ സൈഡും പ്രൊപ്പോർഷണൽ. അതിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ ആണ് ഈക്വൽ ആയിരിക്കുന്നത്. അപ്പൊ എന്താ? SAS ക്രൈറ്റീരിയൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം? നമ്മുടെ തിയറി വെച്ചിട്ട് എങ്ങനെ എഴുതാം? ഏരിയ ഓഫ് ട്രയാംഗിൾ എ ബി സി ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ട്രയാംഗിൾ ഡി ഇ എഫ് ഈസിക്കൽ എന്തെന്ന് എഴുതേണ്ടത്? എന്തെന്ന് എഴുതിയാൽ മതി? എ ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡി ഇ സ്ക്വയർ എന്ന് എഴുതാം. സൈഡിന്റെ സ്ക്വയറിന് ഈക്വൽ അല്ലേ? അപ്പം ഏരിയ ഓഫ് ട്രയാംഗിളിന്റെയും ഇതിന്റെ റേഷ്യോ തന്നിട്ടുണ്ട്. അപ്പൊ 9/16 ഇവിടെ തന്നിട്ടുണ്ട്. ഈസിക്കൽ എന്താ? എ ബി സ്ക്വയർ ഡിവൈഡ് ബൈ ഡി ഇ സ്ക്വയർ ആണല്ലോ. ഈ സ്ക്വയർ ഇങ്ങോട്ട് വരുമ്പോൾ എന്ത് എടുക്കും? റൂട്ട് ആവും. ഇല്ലേ? അപ്പൊ √9 ഡിവൈഡ് ബൈ √16 ഈസിക്കൽ എന്തെന്ന് വരും? എ ബി ഡിവൈഡ് ബൈ ഡി എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഇത് 3/4 ഈസിക്കൽ എന്താ? എ ബി ഡിവൈഡ് ബൈ ഡി ഇ. അപ്പൊ എ ബി ഡിവൈഡ് ബൈ ഡി ഇ ഈസിക്കൽ എന്താ? എ ബി ഡിവൈഡ് ബൈ ഡി ഇ ഈസിക്കൽ 3/4. അതിന്റെ റേഷ്യോ കിട്ടി. 3:4. ചെറുതാക്കാം. ഐഡിയ ഓക്കെ ആണെങ്കിൽ പറയാം. ഇതൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. തന്നെത്താനെ ഒന്നും ചെയ്യാനായിട്ട് ഒരു ശ്രമം നടത്തിക്കേ.
തന്നെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക.
കിട്ടുന്നില്ല. നോക്കിയോ, അതായത് ഇവിടെ ഇവര് പറഞ്ഞിരിക്കുന്നത് പി ക്യു ആർ എന്ന് പറയുമ്പോ ഏതാ? പി ക്യു ആർ എന്ന് പറയുമ്പോൾ ഇത് ഇൻറ്റു 4 ചെയ്യുമ്പോഴത്തേക്കും ഈ മൊത്തം ട്രയാങ്കിളിനെ ഇത് കിട്ടുന്നതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യുന്നത്, ഈ എല്ലാ ട്രയാങ്കിളും സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ട്രയാങ്കിളിന്റെ ഏരിയ എന്തായിരിക്കും? സെയിം ആയിരിക്കും. എല്ലാ ട്രയാങ്കിളിന്റെ ഏരിയ സെയിം ആയി കഴിഞ്ഞാൽ ഇതിന്റെ ഏരിയ സെയിം ആണ്. അപ്പൊ 4 ഇൻറ്റു ഇതിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ ടോട്ടലിന്റെ ഏരിയ കിട്ടും. നമുക്ക് ആകെ പ്രൂവ് നമുക്ക് ചെയ്യേണ്ടത് എന്താ? ഇപ്പൊ ഈ രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യാം. ഇത് സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യാം. ഇത് സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യാം. അപ്പൊ അതിന്റെ എന്ത് കിട്ടും? അതിന്റെ ഏരിയ സിമിലർ ആണ് കിട്ടും. ഏരിയ ഈക്വൽ ആണ് കിട്ടും. രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെങ്കിൽ അതിന്റെ ഏരിയ എന്താണ്? ഈക്വൽ ആയിട്ട് കിട്ടും. ഓക്കെ, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ ഞാൻ പറഞ്ഞു തരാം. അതിനനുസരിച്ച് നിങ്ങൾ ആദ്യം പ്രൂവ് ചെയ്യേണ്ടത് ഈ ട്രയാങ്കിൾ എല്ലാം സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യാം. ഇത് സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യാം. ഇതും അതേപോലെ തന്നെ വേറെ എന്താ തമ്മി അതായത് ഇതും സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യാം. ഇതും സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യാം. ഇതും സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാ ട്രയാങ്കിളും തമ്മിൽ സിമിലർ ആണ്. അപ്പൊ അതിന്റെ ഏരിയ എന്തായിരിക്കും? രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഏരിയ എന്തായിരിക്കും? അതിന്റെ സൈഡുമായിട്ട് ഇതാക്കി അതിന്റെ ഏരിയയുടെ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതിന്റെ ഏതെങ്കിലും സൈഡിന്റെ എന്താണ് സ്ക്വയറിന്റെ റേഷ്യോയ്ക്ക് ഈക്വൽ ആയിരിക്കും. അങ്ങനെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഇതുമായിട്ട് ഏതാ മൊത്തം ട്രയാങ്കിളിന്റെ സൈഡുമായിട്ട് ഈക്വൽ ചെയ്യാം. നിങ്ങൾ ആദ്യം ചെയ്ത് നോക്കുക. നോക്കിയിട്ട് ഇതിനകത്ത് എല്ലാം ഞാൻ പറഞ്ഞു മനസ്സിലായോ? നിങ്ങൾ ആദ്യം ചെയ്യേണ്ട എല്ലാ ട്രയാങ്കിളും സിമിലർ ആണ് പ്രൂവ് ചെയ്യുക. എന്നിട്ട് അതിന്റെ സൈഡിന്റെ റേഷ്യോ എടുത്ത് എഴുതുക എല്ലാ ട്രയാങ്കിളിന്റെയും. എന്നിട്ട് ഇപ്പൊ ഈ രണ്ട് ട്രയാങ്കിളിന്റെ ഏരിയ ഈക്വൽ ടു നിങ്ങൾക്കറിയാലോ അതിന്റെ സൈഡിന്റെ റേഷ്യോയുടെ സ്ക്വയറിന്റെ ആക്കി എഴുതിയ അങ്ങനെ തമ്മിൽ റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും എന്താ കണക്ഷൻ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ? ഇതിന്റെ ഏരിയ ഇൻറ്റു 4 ചെയ്യുമ്പോൾ എന്താ മൊത്തത്തിന്റെ ഏരിയ ഉണ്ടാവും. അപ്പൊ ഇതിന്റെ ഏരിയ ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ എന്താ ഇതിന്റെ ഏരിയ തന്നെ ആയിരിക്കും ഇതിന്റെ ഏരിയ തന്നെ ആയിരിക്കും ഇതിന്റെ ഏരിയ തന്നെ ആയിരിക്കും ഇതിന്റെ ഏരിയ. അതുകൊണ്ടാണ് ഇതിന്റെ ഏരിയ ഇൻറ്റു 4 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നത്? മൊത്തം ട്രയാങ്കിളിന്റെ ഏരിയ. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്ത് നോക്കുക. അത് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഐഡിയ എന്തെങ്കിലും എങ്ങനെയും നിങ്ങൾ നോക്കണം. വേണമെങ്കിൽ ഇത് ചെയ്തു തരണോ? ഇതും കൂടെ ചെയ്തു തരണോ? എന്നാ ഇതും കൂടെ അങ്ങ് എഴുതിക്കും. Since P and R are midpoints of AB and AC respectively. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതില്ല. P R ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു തിയറം കൂടെ പഠിപ്പിക്കണം. ഇത് ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. കാരണം നമുക്ക് ഒരു തിയറം കൂടെ ഉണ്ട്. ഇപ്പം ഈ രണ്ട് സൈഡ് പാരലൽ ആണെങ്കിൽ നമ്മൾ BPT ചെയ്യുന്ന പോലെ തന്നെ ഈ രണ്ട് സൈഡ് പാരലൽ ആണെങ്കിൽ ഈ ലെങ്തിന്റെ പകുതിയായിരിക്കും ഈ ലെങ്ത് എന്നുള്ളൊരു ഇതുണ്ട്. അത് പഠിപ്പിച്ചിട്ടില്ല. അതുകൂടെ പഠിപ്പിച്ചിട്ട് നമുക്ക് അടുത്ത ഇതിനകത്ത് ക്വസ്റ്റ്യൻ ചെയ്യാം. ആ തിയറം തന്നിട്ടില്ല. അപ്പം ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് തരാം. അല്ലെങ്കിൽ പിന്നെ മനസ്സിലാകത്തില്ല. അവിടെ നിൽക്കട്ടെ, ഇങ്ങനെ നിൽക്കട്ടെ.